ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വേഗം തന്നെ ഫാമിലിയിലേക്ക് വന്നോളൂ കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയറും ചെയ്യുക. എന്നൊരു സർപ്രൈസ് കിറ്റിലൻ ഹാപ്പി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്താണ് ഹാപ്പി എന്നൊക്കെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് പോലെ തന്നെയാണ്. ഇപ്പോൾ ഒരു ടൈം ഒരു 9:30 ആവാൻ പോകുന്നു. അപ്പോൾ ഈ ഒരു സമയം മുതൽ നമുക്ക് വൈകുന്നേരം വരെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഭയങ്കര ഹാപ്പിയാണ്. ആ ഹാപ്പിയുടെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാം അല്ലേ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ ലൈഫിലും ബെസ്റ്റ് ഫ്രണ്ട്സുകൾ ഉണ്ടാവും. ഫ്രണ്ട്സുകൾ ഒരുപാട് ഉണ്ടാവും അല്ലേ. പക്ഷെ നമുക്ക് ഏറ്റവും അടുത്ത് അല്ലെങ്കിൽ ബെസ്റ്റായിട്ട് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാമായിട്ടുള്ള ഫ്രണ്ട്സ് എന്ന് പറയുന്നത് വിരലിൽ എണ്ണാവുന്നതേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ എൻ്റെ വിരലിൽ എണ്ണാവുന്ന നമ്മൾ 5 ആൾ കൂടിയിട്ടുള്ളൊരു ഗ്യാങ് ഉണ്ട്. ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇന്ന് മീറ്റ് ചെയ്യാണ്. അപ്പോൾ കുറച്ച് ഇയേഴ്സിന് മുന്നെയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ മീറ്റ് ചെയ്യുന്നത്. ഒരു 5 വർഷം മുന്നേ നമ്മൾ മീറ്റ് ചെയ്തു. പക്ഷേ ഒരു 5 വർഷത്തിന് ശേഷം എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് ഇങ്ങനെ മീറ്റ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ആ ഒരു അസുലഭ നിമിഷം, ആ ഒരു സന്തോഷ നിമിഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും അഞ്ജുവും കൂടിയിട്ട് വരികയാണ്. അപ്പോൾ ഇതാണ് ശരണ്യ നേരത്തെ വന്നിട്ട് മാളിൽ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായി, ഒരു 5-10 മിനിറ്റ് ലേറ്റായി. അവൾ അതുവരെ അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ മാളിൽ മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പയ്യന്നൂർ മാള്. അവിടെ ആകുമ്പോൾ നമുക്ക് എല്ലായിടത്തും നടന്ന് ചുറ്റിക്കറങ്ങി നടക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനമൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി പോയി. പക്ഷെ നമ്മളൊന്നും എടുത്തില്ല കേട്ടോ. അവിടെ കയറിയാടും മനസ്സിലായി നല്ല വിലയുണ്ടായിരുന്നു. പക്ഷേ നല്ല മെറ്റീരിയലൊക്കെയാണ്. എല്ലാം നമുക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് എടുത്ത് വാങ്ങാം. പക്ഷേ എല്ലാത്തിനും നല്ല പൈസ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സാധാ ഒരു ഷോപ്പിൽ കയറുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന തുണിയുടെ ഇരട്ടി പൈസയായിരുന്നു ഇവിടെ. പക്ഷെ നല്ല മെറ്റീരിയൽ ആയിരുന്നു അതൊക്കെ. പക്ഷെ വില കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് നമ്മളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം ഡ്രസ്സും ഇങ്ങനെ നോക്കി, ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കി വെച്ചിട്ട് പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതായിരുന്നു. അപ്പോൾ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ഷർട്ടാണെങ്കിലും ടോപ്പാണെങ്കിലും കുട്ടികളുടെ ഡ്രസ്സാണെങ്കിലും ഷൂ ആണെങ്കിലും എല്ലാത്തിൻ്റെയും ഒരു വെറൈറ്റി കളക്ഷൻ തന്നെയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ കാണുമ്പോൾ ഒരു രസമൊക്കെ തോന്നി. പക്ഷേ പൈസയുടെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് തൊടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇങ്ങനത്തെ ടോപ്പൊക്കെ നമ്മുടെ വേറെ ഷോപ്പിൽ പോയാൽ ഇത്ര വില കൊടുക്കണ്ടായിരുന്നില്ല. പക്ഷെ മാൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കുറച്ച് കോസ്റ്റ്ലി ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ ഇവിടെ. അപ്പോൾ നല്ല തുണിയൊക്കെ ആയിരുന്നു, നല്ല കളറും മെറ്റീരിയൽ ആണെങ്കിലും എല്ലാം നല്ലതായിരുന്നു. പക്ഷെ നമ്മൾ നമ്മൾ പ്രധാനമായിട്ടും വന്നത് നമ്മളെല്ലാവരും സംസാരിച്ചുകൊണ്ട് കുറേ നാളത്തെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പേസാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പയ്യന്നൂർ മാളായിരുന്നു നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് സാധനങ്ങൾ കാണുകയും ചെയ്യാം അല്ലേ, ഇഷ്ടമുള്ളതൊക്കെ നോക്കി വെക്കുകയും ചെയ്യാം, നമ്മുടെ വർത്താനവും നടക്കും, നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനാണെങ്കിലും നല്ല സ്പേസ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഡ്രസ്സൊക്കെ നോക്കി വെച്ചു. പക്ഷെ സത്യം പറഞ്ഞാൽ നല്ല മെറ്റീരിയൽ ഉണ്ടെങ്കിലും കളക്ഷൻസൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് അത്ര ഒരു കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ ഡ്രസ്സിൻ്റെ കാര്യമൊന്നും. നമ്മൾ ഡെയിലി നമ്മൾ പോകുന്ന ഷോപ്പിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല കോസ്റ്റ്ലി ആയിരുന്നു സാധനങ്ങളൊക്കെ. അപ്പോൾ അത് എനിക്ക് അത്രയും കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ കളക്ഷൻസൊക്കെ ഉണ്ട് എന്ന് മാത്രം. അപ്പോൾ ഇതാ നിങ്ങൾ ഡ്രസ്സൊക്കെ കണ്ടോളൂ. എൻ്റെ ലൈഫിൽ സന്തോഷിച്ച നിമിഷങ്ങളിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ് കേട്ടോ ഇത്. കാരണം നമ്മൾ അത്രയും നമ്മളെ കുട്ടിക്കാലങ്ങളിൽ നമ്മൾ കളിച്ച് വളർന്നിട്ടുള്ള ഫ്രണ്ട്സും അതുപോലെ തന്നെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഫ്രണ്ട്സൊക്കെ കൂടി, ഫ്രണ്ട്സുകളിൽ നിന്നില്ല, ഒരു 5 പേരാണ് നമ്മൾ ചങ്കുകൾ. അപ്പോൾ നമ്മൾ ഒന്ന് പുറത്തൊക്കെ പോയി വർത്താനൊക്കെ പറഞ്ഞ് സിനിമക്കൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ രാവിലെ 10 മണിക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു ഫുൾ ഡേ നമ്മളെല്ലാവരും ഒരുമിച്ച് അങ്ങനെ സന്തോഷിക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഏറ്റവും വലിയ സന്തോഷം തോന്നി. കാരണം നമുക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻറ്റുകളിൽ ഏറ്റവും വലിയൊരു ഹാപ്പി മൊമെൻ്റാണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. ഫ്രണ്ട്സുകൾ എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റാണല്ലേ, ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഗിഫ്റ്റാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമുക്ക് ബാക്കി ആരോടും പറയാത്ത കാര്യങ്ങൾ നമുക്ക്
ഫ്രണ്ട്സുകളോട് ഷെയർ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഒരു നിധിയായിട്ടാണ് ഞാൻ ഫ്രണ്ട്സുകളെ കാത്ത് സൂക്ഷിച്ചു വെക്കുന്നത് കേട്ടോ എൻ്റെ മൈൻഡിൽ. അപ്പോൾ ഇതിൽ 2 പേര് എൻ്റെ അംഗനവാടി തൊട്ടേ ഉള്ള ഫ്രണ്ട്സാണ്. ഈ ബ്ലൂവും അതുപോലെ തന്നെ ബ്ലാക്ക് ടോപ്പ് ഇട്ട 2 പേര് എൻ്റെ അംഗനവാടി തൊട്ടിട്ടുള്ള ഫ്രണ്ട്സുകളാണ്. ഇതുവരെയും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. റെഡും അതുപോലെ തന്നെ ഒരു ഫ്രണ്ട് വരാനുണ്ട് കേട്ടോ. അവള് 6ാം ക്ലാസ് മുതൽ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സുകളായതാണ്. ഈ 5 പേര് എന്ന് വെച്ചാൽ നമ്മളെ സ്കൂളിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. കാരണം നമ്മളെല്ലായിടത്തും ഒരുമിച്ചേ പോവുള്ളൂ, ഒരുമിച്ച് എന്ത് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സുകളെ തന്നെ എല്ലാവർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം 5 പേര് നമ്മൾ പേര് ഇട്ടിട്ടുണ്ട്. സ്രാവ്, അതായത് സ്രാവിലെ എസ് ശരണ്യ, 6 രഞ്ജിമ ഞാൻ, അതുപോലെ തന്നെ A അഞ്ജു, സ്രാവ് വി വൈഷ്ണവി. അപ്പോൾ നമ്മൾ സ്രാവ് എന്നുള്ള പേരാണ് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ +2 ഡിഗ്രി എത്തുമ്പോൾ നമ്മളെല്ലാവരും സെപ്പറേറ്റ് പോയിട്ടോ. നമ്മൾ ഓരോരാൾ ഓരോരോ സബ്ജക്റ്റ് എടുത്ത് അങ്ങനെ പോയി. അപ്പോൾ ഒരാൾ എൻജിനീയറിങ്ങിന് പോയി, ഒരാൾ BCom കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വഴിക്ക് പോയി, ഒരാൾ ടീച്ചിങ് മേഖലയിലേക്ക് പോയി. അപ്പോൾ ഓരോരാളും ഓരോരോ ഭാഗത്തേക്ക് അങ്ങ് പോയി. അപ്പോൾ വീണ്ടും കണ്ടുമുട്ടുന്നത് ഇങ്ങനെ വളരെ കുറച്ച് ഡേയ്സിൽ മാത്രമാണ് കേട്ടോ. അപൂർവം എല്ലാവരും ഫ്രീ ആവുന്ന ഒരു ഡേയിൽ നമ്മൾ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ മീറ്റ് ചെയ്യും. അങ്ങനെ മീറ്റ് ചെയ്തിട്ട് ഒരു 5 വർഷമായി. അതിന് ശേഷമാണ് ഇന്ന് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും സന്തോഷമായി. പിന്നെ നമ്മൾ ടോപ്പ് ഫോം ഹോട്ടലിൽ പോയിട്ട് ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ബിരിയാണിയൊക്കെ വാങ്ങി. നമ്മളെല്ലാവരും ഹാഫ് ബിരിയാണിയാണ് കേട്ടോ മേടിച്ചത്. ഹാഫ് ബിരിയാണി മേടിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്തു, അത് ബാക്കി വന്നു. കാരണം നമ്മളെല്ലാവരും അങ്ങനെ ഫുഡ് ഭയങ്കരമായിട്ട് കഴിക്കുന്ന ടീമല്ല കേട്ടോ. നമ്മളെല്ലാവരും കുറച്ചേ കഴിക്കുള്ളൂ. എന്നിട്ടും ബാക്കി വന്നു പറയുമ്പോൾ നിങ്ങൾക്കും സ്വീപ്പ് തോന്നില്ലേ? അങ്ങനെയാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു. ബെസ്റ്റ് വന്ന ബിരിയാണി എന്ത് ചെയ്യാനോ അങ്ങോട്ട് കയറുന്നില്ല. പിന്നെ നമ്മൾ നേരെ സിനിമ കാണാൻ പോയി. 1:30 ഷോൻ്റെ സിനിമ കാണാൻ പോയി. അപ്പോൾ ടാക്കീസ് നമുക്ക് നല്ല പറ്റിയ സ്ഥലവും കിട്ടി. നമ്മൾ ബാക്കിലും അല്ല, മുമ്പിലും അല്ല, ഫ്രണ്ടിലും അല്ല, നമ്മൾ സെൻട്രലായിട്ട് കിട്ടി. നല്ലൊരു സീറ്റും കിട്ടി. അങ്ങനെ ഗുരുവായൂർ അമ്പലനടയിൽ പൃഥ്വിരാജും അതുപോലെ തന്നെ നമ്മുടെ അനശ്വരരാജനും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ഫിലിമാണ്. ഫിലിമൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ വരികയാണ് കേട്ടോ. 4 മണി 4:30 ആകുമ്പോൾ നമ്മൾ ഫിലിമൊക്കെ കണ്ടിട്ട് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ട പ്ലാനാണ്. അപ്പോൾ നമ്മുടെ ഒരു ഡേ ഏകദേശം ഇവിടെ കഴിഞ്ഞു. സങ്കടം തോന്നി കേട്ടോ എല്ലാവരും വേറെ പോകുമ്പോൾ. ഇനിയും വീണ്ടും കണ്ടുമുട്ടാമെന്ന് വിചാരിക്കുന്നു.